മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാവിൻ നിദ്രയിൽ നിന്നു ഞാൻ ജീവിച്ചു കൺതുറക്കുമ്പോ ദൈവമേ നിന്നിത്യ പ്രകാശത്തെ കാൺമാൻ തുണയ്ക്ക. ദൈവമേ നിന്നിത്യ പ്രകാശത്തെ കാൺമാൻ തുണയ്ക്ക. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജോമോൻ വർഗീസ് കോട്ടയം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ഒരു വാക്യം വായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. ആഗോളതലത്തിൽ തന്നെ ശക്തമായ മത്സര മനോഭാവത്തോടെ പ്രവർത്തനം നടക്കുന്ന രംഗമാണ് ഇന്ന് പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ഓരോ വർഷവും സർവേ നടത്തി മറ്റു പത്രങ്ങളെക്കാൾ ബഹുകാതം മുന്നിലാണ് തങ്ങൾ എന്ന് ചില പത്രങ്ങൾ തുടർച്ചയായി പരസ്യപ്പെടുത്തുന്നു. നേട്ടങ്ങളുടെ വഴിയിലെന്നും 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നും മറ്റുള്ളവരും. ഇൻ്റർനെറ്റിൻ്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും അഭൂതപൂർവമായ മുന്നേറ്റം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ വളർച്ചയിൽ വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പത്രങ്ങളുടെ പ്രസക്തി അത്ര നഷ്ടപ്പെട്ടു പോയിട്ടില്ല. വിവിധ തരങ്ങളിലുള്ള പത്രങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കണ്ണിൻ്റെ മുൻപിലെത്തുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ മത സഭ സാമുദായിക സംഘടനകൾക്കും പ്രത്യേകമായ പത്രങ്ങളുണ്ട്. പക്ഷപാതിത്വം ലേശമില്ലാതെ സത്യത്തിനായി അചഞ്ചലം നിലനിൽക്കുന്ന പത്രങ്ങളും ഇല്ലാതില്ല. മുകളിൽ നാം കണ്ട ഈ വാചകത്തിലും ഒരു പത്രത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കടലാസും മഷിയും ഉപയോഗിച്ചുള്ള പത്രമല്ല, പ്രത്യുത അത് ജീവനുള്ള പത്രങ്ങളാണ്. ഈ പത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ ഈ വേദഭാഗത്ത് തന്നെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ പത്രം. അപ്പോൾ ഈ പത്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നവിടെ പറയുന്നുണ്ട്. അത് ദൈവദാസന്മാരുടെ വേലയിലൂടെ ഉണ്ടായി വന്ന ഒരു പത്രമാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് താൻ മാത്രം എഴുതുന്നു എന്നല്ല പറയുന്നത്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെയും തൻ്റെ കൂട്ടുപ്രവർത്തകരായ ദൈവദാസന്മാരുടെയും ശുശ്രൂഷയാലാണ് ഈ പത്രം ഉണ്ടായത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ പ്രത്യേകത 3-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. ഈ പത്രം എഴുതുവാൻ ഉപയോഗിച്ച മഷിയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. അപ്പോൾ ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ഏത് ഉന്നതമായ മഷികൾ കൊണ്ടും വിരചിതമായിരിക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ. അത് എഴുതപ്പെട്ടത് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. അടുത്ത പ്രത്യേകതയും അതേ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം. അത് എഴുതപ്പെട്ട പ്രതലമാണ്. ഈ പത്രം എഴുതപ്പെട്ടിരിക്കുന്ന പ്രതലം എന്നുള്ളത് കൽപ്പലകകളല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കടലാസും മഷിയുമല്ല ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവാകുന്ന മഷി ഉപയോഗിച്ച് ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്ന പത്രങ്ങളാണ് നാം ഓരോരുത്തരും എന്ന് നമുക്കിവിടെ കാണാം. ഇനി ഈ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അവിടെയും നമുക്ക് ഈ 3-ാം വാക്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് നിങ്ങൾ. ഇതിൻ്റെ ഉടമസ്ഥാവകാശം എന്നുള്ളത് ക്രിസ്തുവിന് മാത്രമാണ്. ഇനി ആരൊക്കെയാണ് ഈ പത്രം വായിക്കുന്നത്? ഈ പത്രം വായിക്കുന്നതും ആരൊക്കെയാണെന്നുണ്ട് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം. അപ്പോൾ ഇത് ആരാണ് വായിക്കുന്നത്? അത് സകല മനുഷ്യരും വായിക്കുന്ന പത്രമാണ്. അപ്പോൾ 4-5 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പത്രം ഉണ്ടായത് ദൈവദാസന്മാരുടെ
വേലയിലൂടെയാണ്. അതുപോലെ എഴുതാൻ ഉപയോഗിച്ച മഷി അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. എഴുതപ്പെട്ട പ്രതലം എന്നുള്ളത് കടലാസോ കൽപ്പലകകളോ അല്ല, ഹൃദയം എന്ന മാംസപ്പലകയാണ്. ഈ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ക്രിസ്തുവിന് മാത്രമാണ്. അതുപോലെ ഇത് വായിക്കുന്നത് സകല മനുഷ്യരും വായിക്കുന്നതുമാണ്. ഈ പത്രത്തിൻ്റെ ഒരു 2 പ്രത്യേകതകൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പത്രത്തിൻ്റെ ആയുസ്സാണ്. കടലാസും മഷിയും കൊണ്ട് രൂപപ്പെടുത്തുന്ന വർത്തമാന പത്രങ്ങളുടെ ആയുസ് കേവലം 1 ദിവസം മാത്രമാണ്. നമുക്കറിയാം, സംഭവബഹുലമായ ഈ ലോകത്തിൽ ഓരോ നിമിഷത്തിലും പുതിയ പുതിയ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. പുതിയത് വരുമ്പോൾ പഴയതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ വായനക്കാരെ പിടിച്ചു നിർത്താൻ പ്രഭാത ദിനപത്രമെന്നും അന്തിപത്രമെന്നും ഒക്കെയുള്ള പേരുകളിൽ പുതിയ പുതിയ വാർത്തകൾ ഉൾപ്പെടുത്തി 2 നേരം പത്രങ്ങൾ അച്ചടിക്കുന്നത്. ഇനി ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങളിലാണെങ്കിൽ 3 നേരവും പുതിയ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എന്നാൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളുടെ സ്ഥിതി എന്താണ്? ഒരിക്കലും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. 1 ദിവസം മാത്രമോ ഈ ഭൂമിയിലെ ജീവകാലം മാത്രമോ അല്ല അവയുടെ ആയുസ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിരചിതമായിരിക്കുന്ന ഈ പത്രങ്ങൾ അതിശോഭയോടെ മിന്നിത്തിളങ്ങുന്ന വാനഗോളങ്ങൾ പോലെ അനന്തനിത്യതയിലും പ്രശോഭിച്ചു കൊണ്ടിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അവരുടെ ഭാവിയെക്കുറിച്ച് തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ പത്രത്തിൻ്റെ ഭാവി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഇതാണ് ഈ പത്രത്തിൻ്റെ ഭാവി എന്നുള്ളത്. ഇതൊരിക്കൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് മായ്ച്ചു കളയുന്നില്ല, അത് സ്ഥിരമായി നിത്യതയോളം നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ 2ാമത്തെ പ്രത്യേകത, ഈ പത്രം എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ഒരുങ്ങുന്ന സമയമാണ്. പത്രം ഒരുക്കപ്പെടുന്ന സമയമാണ്. നമുക്കറിയാം, പത്രത്തിൽ അച്ചടിമഷി പുരളുന്ന സമയം എന്നുള്ളത് രാത്രിയാണ്. പകലത്തെ സംഭവങ്ങളെയെല്ലാം ക്രോഡീകരിച്ച് കോർത്തിണക്കി അച്ചടിച്ച് ഏതാണ്ട് 1 മണി 2 മണിയോടുകൂടിയാണ് പത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നത്. പിന്നീട് വളരെ വേഗത്തിൽ അത് കെട്ടുകളാക്കി വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. പുതുപുത്തൻ വാർത്തകളുമായി ഓരോ പ്രഭാതത്തിലും ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയാണ്. ഇതുപോലെ തന്നെ രാത്രിയുടെ ഏകാന്തയാമങ്ങളിൽ പരമോന്നതനുമായും തൻ്റെ വചനങ്ങളുമായും ക്രിസ്തുവിൻ്റെ പത്രങ്ങളായ നാം മധുര സമ്പർക്കം പുലർത്തേണ്ടത് ആവശ്യമാണ്. ഓരോ രാത്രികളിലും ദൈവാത്മാവിനാലും ദൈവവചനത്താലും ചില എഴുത്തുകുത്തുകളും എഡിറ്റിങ്ങുകളും ഒക്കെ നമ്മിൽ നടക്കേണ്ട ആവശ്യമുണ്ട്. വെട്ടിത്തിരുത്തലുകൾ ആവശ്യമുള്ളിടത്ത്, കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുള്ളിടത്ത് അത് ചെയ്യുവാനായിട്ട് ഒട്ടും താമസം പാടില്ല. കെട്ടിലും മട്ടിലും പുതുമയോടെ ഓരോ പ്രഭാതത്തിലും ഈ പത്രങ്ങൾ പ്രത്യക്ഷപ്പെടണം. തലേന്ന് രാത്രിയിൽ പത്രത്തിൽ എന്താണോ അച്ചടിക്കുന്നത് അതാണ് പിറ്റേന്ന് പൊതുജനം വായിക്കുന്നത്. അത് നല്ല വാർത്തകളായാലും മോശം വാർത്തകളായാലും രാത്രികളിൽ ദൈവമുമ്പാകെ ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുന്നതായിരിക്കണം ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ ഓരോ പ്രഭാതത്തിലും നൽകേണ്ടത്. നിരാശ ചൂഴ്ന്നു നിൽക്കുന്ന, അതുപോലെ ആത്മഹത്യയുടെ വിളുമ്പിൽ നിൽക്കുന്ന, കണ്ണുനീരിൻ്റെയും പ്രയാസങ്ങളുടെയും നടുവിലായിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവർക്ക് ആശ്വാസമായി, ഹൃദയങ്ങളിൽ തണുപ്പായി ദൈവിക ദൂതുമായി കടന്നു ചെല്ലേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ. അത് ഫലവത്താകണമെങ്കിൽ തീർച്ചയായും രാത്രികളിലെ ദൈവിക സംസർഗം അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിക്കാം, നാം എങ്ങനെ ഉണ്ടായതാണ്? ഈ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിരിക്കുന്ന പല ദൈവദാസന്മാരുടെ ശുശ്രൂഷയിലൂടെ, വേലയിലൂടെ ഉണ്ടായതാണ്. നാം ആകുന്ന പത്രങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവെന്ന മഷി ഉപയോഗിച്ചാണ്. എഴുതപ്പെട്ടിരിക്കുന്ന പ്രതലം കടലാസോ കൽപ്പലകകളോ അല്ല, ഹൃദയമെന്ന മാംസപ്പലകയാണ്. ഈ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ക്രിസ്തുവിനാണ്. സകല മനുഷ്യരും അറിയുന്ന, വായിക്കുന്ന ഈ പത്രം, അതിൻ്റെ ആയുസ് എന്നുള്ളത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പത്രം തീർച്ചയായിട്ടും ഓരോ പ്രഭാതത്തിലും പുതിയ വാർത്തകളോടുകൂടി ജനങ്ങൾക്ക് മുൻപാകെ എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ രാത്രിയുടെ ഏകാന്തയാമങ്ങളിൽ സർവശക്തനായി പരമോന്നതനുമായി അവൻ്റെ വചനങ്ങളുമായി നമുക്കൊരു മധുര സമ്പർക്കം ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഈ വാക്കുകൾ ഈ പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കേണ്ട മേഖലകളിൽ എഴുത്തുകുത്തുകളും വെട്ടിത്തിരുത്തലുകളും എഡിറ്റിങ്ങുകളും നടക്കേണ്ടതുപോലെ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വമെടുക്കട്ടെ.